നാട്ടിലെടുത്തൂല ആ വെള്ളമാണത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ബിഫോർ, ഇതാണ് ആഫ്റ്റർ. ഇതിപ്പോ നമ്മൾ ചാലക്കുടിയിലെ ഒന്നാണ്. ഇവിടെ ഈ വീട്ടിൽ ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു മൾട്ടിമീഡിയ അയൺ റിമൂവൽ സിസ്റ്റം ആണ്. അയൺ റിമൂവൽ സിസ്റ്റം വെള്ളത്തിൽ അയൺ കണ്ടന്റ് ആണ് കൂടുതലാണ്, ടർബിഡിറ്റിയും കൂടുതലാണ്. ടർബിഡിറ്റി കൂടുതലാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ടാണ് അയൺ റിമൂവൽ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് നമ്മൾ ഇവിടുത്തെ വെള്ളം നമ്മൾ ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തു. അപ്പൊ റിസൾട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യല്ല, ലാബിൽ കൊടുത്ത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് വെച്ചാൽ മതി എന്നുള്ള ഡിസിഷനിലേക്ക് എത്തിയത്. നമുക്ക് ഫിൽട്ടർ സിസ്റ്റംസ് റഫിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 18,000 രൂപ തൊട്ട് മാനുവൽ ഫിൽറ്ററുകളാണെങ്കിൽ ഒരു 95,000 റേഞ്ചിലുണ്ട്. ഇങ്ങനത്തെ പല ഫിൽട്രേഷൻ യൂണിറ്റുകളുണ്ട്. അപ്പോൾ അതിലേത് പ്രൊഡക്റ്റ്, ഏത് പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് വെച്ചിട്ടാണ് കംപ്ലീറ്റ് പരിപാടി. ഇവിടെ ഇപ്പോൾ ഈ വീട്ടിലിപ്പോൾ നമ്മൾ ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഈ ഫിൽറ്റർ വെച്ചത്. ഇവർക്ക് ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നത് വേറെ ടാങ്കിലേക്ക് അടിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു പമ്പ് വെച്ച് ഫിൽറ്റർ ചെയ്ത് മുകളിലേക്ക് ഫിൽറ്റർ ചെയ്ത് വിടാം. അങ്ങനെ ഒരു മെത്തേഡ് കൂടി ഇവിടെ ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ബഡ്ജറ്റ് കൂടും. മിനിമം ഒരു 2 സ്റ്റേജുള്ള ഫിൽട്രേഷൻ വേണം, ഒരു അഡീഷണൽ മോട്ടർ വാങ്ങണം, പിന്നെ ഒരു ടാങ്ക് അഡീഷണൽ വാങ്ങണം. അപ്പോൾ ഇത് തമ്മിൽ ഇവിടെ വയ്ക്കാനുള്ള സ്പേസ്, തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള പ്ലംബിംഗ് ഒക്കെ ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ബഡ്ജറ്റ് കൂടും. അപ്പോൾ അത് അഫോർഡബിൾ, ഈ വീട്ടുകാർക്ക് അഫോർഡബിൾ അല്ലാത്ത കാരണം നമ്മൾ ഈ ഒരു മെത്തേഡ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഓരോ വീട്ടിലേക്ക് ഓരോ രീതിക്കാണ് ഫിൽട്രേഷൻ ചെയ്യുക.